കൈവശ ഭൂമിക്ക് പട്ടയം നിഷേധിച്ചതിൽ കുത്തിയിരിപ്പ് സമരവുമായി വയോധിക. തൊടുപുഴ താലൂക്ക് ഓഫീസിലാണ് സമരം നടത്തിയത്. കലയന്താനി ആലയ്ക്കൽ അമ്മിണി എന്ന 73-കാരിയാണ് സമരരംഗത്ത് എത്തിയിട്ടുള്ളത്. ഞാൻ താമസിക്കുന്ന സ്ഥലം ഉദ്ദേശിച്ച് ഒരു 10 സെൻറ്റ് പാറത്തരിച്ചാണ്. ആ പാറത്തരിച്ചിൽ വേറൊരു കക്ഷി കയറി, എൻ്റെ എതിർകക്ഷി അത് കയറി വെയിൽ കെട്ടി, വെയിലെല്ലാം മതിൽ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു തകടി സീറ്റും കൊണ്ട് വെച്ച് വെൽഡ് ചെയ്ത് വെച്ചേക്കുവാണ്. എനിക്കൊരു രീതിയിൽ അവിടെ ജീവിക്കാൻ വൃത്തിയില്ല. എനിക്ക് ദയവായിട്ട് ആ സ്ഥലം തിരിച്ച് പിടിച്ച് തരണമെന്ന് ഞാൻ ദയവായിട്ട് അപേക്ഷിക്കുന്ന. ആസ്മയുടെ രോഗവും ന്യൂമോണിയ ബാധിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് ആശ്രയമായിട്ട് വേറെ ആരുമില്ല. അത് കാരണം എനിക്കത് തിരിച്ചു തരണം. അവർക്ക് സ്വാധീനമുള്ളത് ഗവൺമെൻറ് ജോലിക്കാരും ഉള്ള ആൾക്കാരാണവർ. ഒരാൾ പോലീസ്, ഒരാൾ സർവേയർ. അപ്പൻ തന്ത റിട്ടയറായ സർവേയറായിരുന്നു. അതിപ്പം അവർ സ്വാധീനമുണ്ട്, പണമുണ്ട്. എനിക്ക് പറയപ്പെട്ടതൊന്നുമില്ല. നല്ലൊരു വീട് പോലും ഇല്ലാത്തതാണ് എനിക്ക് ഒത്തിരി വർത്തമാനം പറയാൻ പറ്റില്ല. ഭയങ്കര ശ്വാസം മുട്ടൽ കയറി വരും എനിക്ക്. അത് കാരണം നീതിവാനായ മക്കളെല്ലാവരും കൂടി എനിക്ക് സാധിച്ചു തരണമെന്ന് എളിമയായിട്ട് അപേക്ഷിക്കുന്നു. അപ്പോൾ ഈ ആവശ്യം ഉന്നയിച്ച് നവകേരള സദസ്സിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തായിരുന്നു. ആ പരാതി ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അത് ഇവിടെ വന്ന് സംസാരിച്ചാൽ തീർപ്പാക്കി കിട്ടുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ആ പരാതിയിൽ തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഇവർ ഈ താലൂക്ക് ഓഫീസിൽ കയറി ഇറങ്ങി നടക്കുകയായിരുന്നു. അതുകൊണ്ട് പ്രയോജനമില്ലെന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് അവരിന്നിപ്പം സമരമായിട്ട് ഈ തഹസിൽദാറിന് മുമ്പിൽ വന്നിരിക്കുന്നത്. തഹസിൽദാർ ഇന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇന്ന് അവരന്വേഷിച്ച് നടപടിയെടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവരെന്തായാലും ഇതിന് തീരുമാനം ഉണ്ടാകുന്നവരെ സമരം തുടരുമെന്നുള്ള നിലപാടിലാണ് നിൽക്കുന്നത്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.